സ്തോത്രം. തോമസിനോട് കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. അതെ, ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നു. യോഹന്നാൻ 10:30 വായിക്കുമ്പോൾ ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നു. അതേ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആരും ദൈവത്തെ കണ്ടിട്ടേ ഇല്ല. 1 തീമോഥെയോസിന്റെ ലേഖനം 6:17 തിരുവചനം പറയുന്നു, ആരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ട് ആർക്കും ജീവനോടെ ഇരിപ്പാൻ കൊണ്ട് കഴിയത്തില്ല. എന്നാൽ യോഹന്നാൻ 1:17 പറയുന്നു, ആ അദൃശ്യനായ ദൈവത്തെ അവന്റെ മടിയിലിരിക്കുന്നതായ യേശു കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. തന്റെ മടിയിലിരിക്കുന്ന പുത്രൻ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സോ ദൈവത്തെ കാണണമോ? ക്രിസ്തുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവുമായി ഒരു പേഴ്സണൽ ബന്ധത്തിൽ വന്ന്, യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന് യേശുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. തിരുവചനം അങ്ങനെ പറയുന്നു, യഹോവ എൻ്റെ ഇടയൻ. യേശു കർത്താവ് നിന്റെ ഇടയനായി തീരണം. യേശു എൻ്റെ പപ്പയുടെ ഇടയൻ എന്നല്ല, യേശു എൻ്റെ അമ്മയുടെ ഇടയൻ എന്നല്ല, യേശു എൻ്റെ ഇടയൻ. ആ പേഴ്സണൽ ബന്ധത്തിലൂടെ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്ക് സ്തോത്രം ദൈവത്തെ നിനക്ക് കണ്ടുമുട്ടുവാൻ കഴിയത്തുള്ളൂ.